പൊടി പടർന്ന ഒരു നീണ്ട വഴിയിലൂടെ 2 സ്ത്രീകൾ മന്ദഗതിയിൽ നടക്കുകയായിരുന്നു. മോവാബിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോകുന്ന ആ വഴിയിൽ കാറ്റ് നിശബ്ദമായി വീശി. അവരുടെ ജീവിതം തകർന്നിരുന്നു. ഭാവി അനിശ്ചിതമായിരുന്നു. ആ സ്ത്രീകളിൽ ഒരാളുടെ പേര് നവോമി. അവൾ തന്റെ ഭർത്താവിനെയും തന്റെ 2 പുത്രന്മാരെയും നഷ്ടപ്പെടുത്തിയിരുന്നു. ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. അവളുടെ കൂടെ നിന്നിരുന്നത് അവളുടെ 2 മരുമക്കളായിരുന്നു, ഓർപ്പയും രൂത്തും. അവർ മൂവരും ഇപ്പോൾ വിധവകളായിരുന്നു. ഒരു ദിവസം നവോമി അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ ജനത്തിൻ്റെയും ഇടയിൽ ജീവിക്കുക. ആ വാക്കുകൾ കേട്ട് ഓർപ്പ കരഞ്ഞു. അവൾ നവോമിയെ ചേർത്തുപിടിച്ചു. പിന്നെ മടങ്ങിപ്പോയി. പക്ഷേ രൂത്ത് നീങ്ങിയില്ല. അവൾ നവോമിയുടെ അടുത്തേക്കെത്തി. അവളുടെ കണ്ണുകളിൽ ഉറച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞാൻ പോകും. നിങ്ങൾ താമസിക്കുന്നിടത്ത് ഞാൻ താമസിക്കും. നിങ്ങളുടെ ജനങ്ങൾ എൻ്റെയും ജനങ്ങളായിരിക്കും. നിങ്ങളുടെ ദൈവം എൻ്റെയും ദൈവമായിരിക്കും. ആ നിമിഷം ഒരു വിദേശ വിധവയെടുത്ത ആ തീരുമാനം ചരിത്രം തന്നെ മാറ്റാൻ പോകുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നവോമിയും അവളുടെ കുടുംബവും ബേത്ലഹേമിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. വിളകൾ നശിച്ചു. ഭക്ഷണം ലഭിക്കാൻ പോലും ബുദ്ധിമുട്ടായി. അതിനാൽ നവോമിയുടെ ഭർത്താവായ എലീമേലേക്ക് തന്റെ കുടുംബത്തോടൊപ്പം മോവാബ് ദേശത്തേക്ക് താമസം മാറി. അവിടെ അവർ പുതിയ ജീവിതം ആരംഭിച്ചു. നവോമിയുടെ 2 പുത്രന്മാർ മോവാബ് സ്ത്രീകളെ വിവാഹം ചെയ്തു. അവരായിരുന്നു ഓർപ്പയും റൂത്തും. എല്ലാം നന്നായി പോകുന്നതുപോലെ തോന്നി. പക്ഷേ ദുരന്തം അവരെ വിട്ടില്ല. ആദ്യമായി നവോമിയുടെ ഭർത്താവ് മരിച്ചു. അതിനുശേഷം കുറേ വർഷങ്ങൾക്കകം അവളുടെ 2 പുത്രന്മാരും മരിച്ചു. ഇപ്പോൾ 3 സ്ത്രീകൾ മാത്രം ശേഷിച്ചു. 3 വിധവകൾ, സംരക്ഷണമില്ലാതെ, ഭാവിയില്ലാതെ. ആ സമയത്ത് ഇസ്രായേലിൽ വീണ്ടും ഭക്ഷണം ലഭിക്കുന്നതായി നവോമി കേട്ടു. അതിനാൽ അവൾ തന്റെ നാടായ ബേത്ലഹേമിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവൾ മരുമക്കളോടും കൂടെ വരാൻ പറഞ്ഞില്ല. അവൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. ദൈവം നിങ്ങൾക്ക് പുതിയ ജീവിതം നൽകട്ടെ. അപ്പോൾ ഓർപ്പ മടങ്ങിപ്പോയി. പക്ഷേ റൂത്ത് നവോമിയെ വിട്ടുപോകാൻ തയ്യാറായില്ല. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് ബേത്ലഹേമിലേക്കുള്ള ദീർഘയാത്ര ആരംഭിച്ചു. അവർ ബേത്ലഹേമിലെത്തുമ്പോൾ നഗരം മുഴുവൻ അത്ഭുതപ്പെട്ടു. ഇത് നവോമിയല്ലേ? ആളുകൾ തമ്മിൽ ചോദിച്ചു. പക്ഷേ നവോമി പറഞ്ഞു, എന്നെ നവോമി എന്ന് വിളിക്കരുത്. എന്നെ മാര എന്ന് വിളിക്കുക. കാരണം എന്റെ ജീവിതം കഠിനമായി മാറി. പക്ഷേ റൂത്ത് അവളുടെ കൂടെയുണ്ടായിരുന്നു. ആ കാലത്ത് വിധവകൾക്ക് ജീവിതം ഒട്ടും എളുപ്പമല്ലായിരുന്നു. ഭക്ഷണം കണ്ടെത്താൻ പോലും അവർ പരിശ്രമിക്കേണ്ടിവരും. അതിനാൽ റൂത്ത് ഒരു വിനയമുള്ള ജോലി തുടങ്ങി. വിളവെടുത്ത പാടങ്ങളിൽ തൊഴിലാളികൾ വിട്ടുപോകുന്ന ധാന്യം അവൾ എടുത്തു ശേഖരിക്കാൻ തുടങ്ങി. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ അവൾ കഠിനമായി ജോലി ചെയ്തു. സൂര്യന്റെ ചൂടിൽ, പൊടിയിലും ക്ഷീണത്തിലും. പക്ഷേ അവൾ പിന്മാറിയില്ല. അവൾ ഇത് ചെയ്തിരുന്നത് നവോമിക്ക് വേണ്ടിയായിരുന്നു. ആ പാടം ഒരാൾക്ക് സ്വന്തമായിരുന്നു. അവന്റെ പേര് ബോവാസ്. അവൻ ധനികനും നല്ല മനസ്സുള്ളവനുമായിരുന്നു. ഒരു ദിവസം അവൻ തന്റെ പാടത്തേക്കെത്തിയപ്പോൾ അവൻ റൂത്തിനെ ശ്രദ്ധിച്ചു. ആ യുവതി ആരാണ്? അവൻ ചോദിച്ചു. അപ്പോൾ തൊഴിലാളികൾ പറഞ്ഞു, അവൾ മോവാബിൽ നിന്നുള്ള റൂത്താണ്.
നവോമിയോടൊപ്പം ഇവിടെ വന്ന സ്ത്രീ. ബോവാസ് റൂത്തിന്റെ അടുത്തേക്ക് നടന്നു. അവൻ സ്നേഹത്തോടെ പറഞ്ഞു, നീ മറ്റെവിടെയും പോകേണ്ട, ഇവിടെ തന്നെ ജോലി ചെയ്യുക. എന്റെ ആളുകൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. റൂത്ത് അത്ഭുതപ്പെട്ടു. അവൾ ചോദിച്ചു, ഞാനൊരു വിദേശിയാണ്, എന്നോടിങ്ങനെ ദയ കാണിക്കുന്നതെന്തിന്? ബോവാസ് മറുപടി നൽകി, നീ നവോമിക്കായി ചെയ്തതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. നീ നിന്റെ കുടുംബത്തെയും നാടിനെയും വിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ ദിവസം മുതൽ റൂത്തിന്റെ ജീവിതം മാറാൻ തുടങ്ങി. ബോവാസ് അവളെ സഹായിച്ചു. അവൾക്കായി കൂടുതൽ ധാന്യം വിട്ടുകൊടുക്കാൻ പോലും അവൻ തൊഴിലാളികളോട് പറഞ്ഞു. അവസാനം ബോവാസ് റൂത്തിനെ വിവാഹം ചെയ്തു. ഒരു സമയം ഭക്ഷണം പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന ആ വിദേശി വിധവ ഇപ്പോൾ ബേത്ലഹേമിൽ ആദരിക്കപ്പെടുന്ന സ്ത്രീയായി. അവർക്കൊരു മകൻ ജനിച്ചു, ഓബേദ്. ഓബേദ് പിന്നീട് ഈശായിയുടെ പിതാവായി. ഈശായി പിന്നീട് ദാവീദ് രാജാവിന്റെ പിതാവായി. അങ്ങനെ റൂത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് ഇസ്രായേലിന്റെ മഹാനായ രാജാവ് ദാവീദ് ജനിച്ചത്. അതുമാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം അതേ വംശത്തിൽ നിന്നാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തു ജനിച്ചത്. ഒരു വിദേശി വിധവ സ്വന്തം ജീവിതം ഉപേക്ഷിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും എടുത്ത ഒരു തീരുമാനം ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. റൂത്തിന്റെ കഥ നമ്മെ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. സത്യമായ വിശ്വാസം വലിയ ശബ്ദത്തിലല്ല, ചെറിയ തീരുമാനങ്ങളിലാണ് പ്രകടമാകുന്നത്. ഒരാൾക്കൊപ്പം നിൽക്കാനുള്ള ധൈര്യം, കഷ്ടകാലത്തും വിട്ടുപോകാതിരിക്കാനുള്ള സ്നേഹം, അതാണ് റൂത്തിന്റെ കഥ. വിട്ടുപോകാൻ കഴിയുമായിരുന്നപ്പോൾ പോലും വിട്ടുപോകാൻ നിരസിച്ച ഒരു സ്ത്രീയുടെ കഥ.